കപ്പ വീട്ടിൽ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ച് വെച്ച് നോക്കിക്കുക കുക്കറിൽ വെറും 10 മിനിറ്റിനുള്ളിൽ അടിപൊളി ഈ കപ്പ പുഴുക്കുണ്ടാക്കി കാണിച്ചു തരാം. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ കപ്പ നുറുക്കിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം കപ്പ വേവാറുള്ള എൻ്റെ വിസിൽ ഞാനിപ്പം കുക്കറിൽ 5 വിസിലാണ് അടുപ്പിച്ചേക്കുന്നത്. അത് നിങ്ങൾ എന്തോരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ച് നന്നായിട്ട് വേവിച്ചങ്ങ് ഉടച്ചെടുത്തോട്ടോ. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് തവി വെച്ചിട്ട് ഒന്നും കൂടെ ഉടച്ച് നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുഞ്ഞ് ജീരകം ഉണ്ടല്ലോ അതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒതുക്കി ചതച്ചത് ഇതുപോലെ മിക്സിയിൽ ചലന്ന് കറക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന കപ്പയുടെ മുകളിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചങ്ങോട്ട് ഒഴിക്കുക, അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചാലും മതി കേട്ടോ. ഇനി നമുക്ക് തന്നിട്ട് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ കൊണ്ട് താളിച്ചങ്ങോട്ട് ഉടച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് കുറുക്കി അങ്ങ് എടുത്തോ. നല്ല ടേസ്റ്റാണ്. മീൻചാറ് ഒഴിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് പ്രത്യേക ടേസ്റ്റാണ്. ഇറച്ചിച്ചാറ് ഒഴിച്ച് കഴിക്കാനും ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക. കഴിച്ചിട്ട് എന്താ അഭിപ്രായം പറയാൻ മറക്കില്ല കേട്ടോ.